ഡിസൈനിങ് അൺബോക്സിങ്ങിന്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിതൊരു ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തമ്പനയിലിന്റെ ഡിസൈനിങ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കാണുക. തമ്പനയിലിന്റെ സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്ന ആടെ തമ്പനയിലാണ്, ചാനലിന്റെ തമ്പനയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ 2 ഇമേജ് ആടിയിട്ടുണ്ട്. അത് നമുക്കതൊന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ട കണ്ടന്റ് അല്ലെങ്കിൽ മാറ്റർ എഴുതുക. കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് ടൈപ്പ് ചെയ്യുക. കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് ഓക്കെ, അവിടെ അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഫോണ്ട് ഉറൂബ് റെഗുലർ ആണ്. അത് ബോൾഡിൽ പോയിട്ട് ചരിക്കുക. അതിനുശേഷം ഒരു ബാക്ക് ഡ്രോപ്പിലൊരു ബ്ലൂ കളറും കൊടുക്കുക. ഫോണ്ട് നമ്മളത് പഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു അക്ഷരം കട്ടായിട്ടുണ്ട്, അതിനാണ് നമ്മൾ പഡ് ചെയ്യുക എന്ന് പറയുന്നത്. കട്ടായതിനെ തിരിച്ചെടുക്കുന്നതാണ് പഡിങ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ കളർ കൊടുത്തു. അതിനുശേഷം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന നേരത്ത്, ഇതിൻ്റെയൊക്കെ തമ്പനയിൽ ചെയ്യുന്ന നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള പിക്ചറ്. അതിനുശേഷം നമ്മൾ ആദ്യം കൊടുക്കുന്ന കണ്ടന്റ് അത് ഇച്ചിരി വലിപ്പം കുറച്ചും, രണ്ടാമത് കൊടുക്കുന്ന താഴെ വരുന്ന സംഭവം അത് ഇച്ചിരി വലുപ്പത്തിലുമാണ് കൊടുക്കേണ്ടത്. എന്നാലേ പെട്ടെന്ന് ആൾക്കാർക്കൊരു ക്യാച്ചിങ്, കാണുമ്പോഴേ ഇതാ സംഭവം മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യം എഴുതിയ സംഭവം കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. അതിനുശേഷം എൻ്റെ ബാക്ക് ഡ്രോപ്പിലെ കളർ മാറ്റിയാൽ മതി. ഓക്കെ, ഫോണ്ടിന്റെ കളർ ഒരു ബ്ലൂ കളർ കൊടുത്തു. ബാക്ക് ഡ്രോപ്പിൽ ഒരു യെല്ലോ കളർ. ഇപ്പം സംഭവം കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളെന്ന് പറയുന്നത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. വലിയ പടകൊണ്ട പോലെയുള്ള സംഭവങ്ങളൊന്നും അല്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്തൊരു ഇമേജ് കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. ആ ഇമേജ് കൊടുക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ പറയുന്ന ഒരു വിദഗ്ധനാണെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ ക്ലിക്ക് ചെയ്യും. ഇത് ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കതൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സർക്കിളാക്കി കൊടുക്കാം. ഫോട്ടോ സർക്കിളാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തമ്പനയിൽ സെറ്റ് ആയിട്ടുണ്ട്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. ആ ഫോട്ടോയ്ക്ക് ഒരു സ്ട്രോക്ക് കൊടുത്ത്, അഡീഷണൽ സ്ട്രോക്ക് കൊടുക്കണ്ട. അതിന് എത്രയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ സ്ട്രോക്കും അതേ ഷാഡയും കൊടുക്കുക. അപ്പോൾ നമ്മുടെ തമ്പനയിൽ അടിപൊളിയായിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കിടക്കാച്ച് തമ്പനയിലായിട്ട് വരാം. ഓക്കെ.